റോമിലെ മാർപ്പാപ്പയുടെ കത്തീഡ്രൽ ദേവാലയമായ സെൻറ്റ് ജോൺ ലാറ്ററൻ പള്ളിയുടെ നേരെ മുൻപിലാണ് സ്കാല സാന്ത സ്ഥിതി ചെയ്യുന്നത്. സ്കാല സാന്ത എന്ന വാക്കിൻ്റെ അർത്ഥം വിശുദ്ധ പടവുകൾ എന്നാണ്. എന്താണ് സ്കാല സാന്ത? എന്താണ് സ്കാല സാന്തയുടെ പ്രത്യേകത? ഈശോയെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ പീലാത്തോസിൻ്റെ പ്രത്തോറിയത്തിലേക്ക് കടന്നു ചെല്ലുന്ന അവസരത്തിൽ പ്രത്തോറിയത്തിലേക്ക് കടന്നു ചെല്ലാൻ ഉപയോഗിച്ചിരുന്ന പടവുകളായിരുന്നു ഈ സ്കാല സാന്ത. ആ പടവുകളെ 4-ാം നൂറ്റാണ്ടിൽ ഹെലേന രാജ്ഞി വിശുദ്ധ നാട് സന്ദർശനം നടത്തുന്ന സമയത്ത് ആ പടവുകൾ അതേപോലെ എടുത്ത് റോമിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അത് അന്ന് മാർപ്പാപ്പമാർ താമസിച്ചിരുന്ന ലാറ്ററൻ കൊട്ടാരത്തിനോട് ചേർത്ത് അവർ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് ഇത് വത്തിക്കാൻ്റെ ഉടമസ്ഥതയിലാണ്. ഈ പടവുകളുടെ ഒരു പ്രത്യേകത, ഈ പടവുകൾ കാലുകൊണ്ട് ചവിട്ടിക്കയറാൻ നമുക്ക് അനുവാദമില്ല എന്നുള്ളതാണ്. മുട്ടിന്മേലാണ് ഈ പടവുകൾ നമ്മൾ കയറുക. പ്രാർത്ഥനയോടെ ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് സ്കാല സാന്തയിലൂടെ ഓരോരുത്തരും യാത്ര ചെയ്യുന്നത്. ഏത് സമയത്ത് വന്നാലും പല പ്രായത്തിലും പല ആരോഗ്യാവസ്ഥയിലുമുള്ളവർ മുട്ടിന്മേൽ ഈ പടവുകൾ കയറുന്നത് കാണാൻ സാധിക്കും. 28 മാർബിൾ പടികളാണ് സ്കാല സാന്തയിലുള്ളത്. ഈ സ്കാല സാന്ത സംരക്ഷിക്കുന്നതിന് വേണ്ടി തടി കൊണ്ടുള്ള ആവരണം ഈ മാർബിൾ പടികൾക്ക് മുകളിൽ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന ഓരോ വിശ്വാസിയും മുട്ടിന്മേൽ ഇത് കയറുന്നത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും മിശിഹ രഹസ്യങ്ങളെ, ഈശോയുടെ പെസഹ രഹസ്യങ്ങളെ ധ്യാനിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾക്ക് ചുറ്റും കാണുന്ന ഓരോ കാര്യങ്ങളിലും മിശിഹായെ ധ്യാനിക്കുവാൻ, നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി രഹസ്യങ്ങളിലൂടെ മിശിഹായുടെ പീഡാനുഭവത്തിലേക്ക് മിഴികൾ തുറക്കുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം.